ഇനി നമുക്ക് അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാനുള്ളത് ആസിയാൻ ഇൻവോൾവ്മെൻറ്റ്സ് ആണ്. അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആസിയാൻ എന്താണെന്ന് പഠിച്ചു, ആസിയാൻ എന്നാണ് ഫോം ചെയ്തത്, അതിലുള്ള മെമ്പേഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആസിയാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആസിയാൻ്റെ പ്രവർത്തന മേഖലകൾ, അല്ലെങ്കിൽ ആസിയാൻ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ മേഖലകളാണ് ആസിയാൻ ഇടപെട്ടത്, അതിനെക്കുറിച്ചുള്ള ഉണ്ടല്ലോ ഒരു ആസിയാൻ എന്നുള്ള ഒരു ഇൻ്റർ റീജിയണൽ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനാണ് നമ്മളിനി നടത്താൻ പോകുന്നത്. ഓക്കെ, ASEAN involvements എന്ന് പറഞ്ഞിട്ട് ASEAN has been extended its involvements in political, security, economic and socio-cultural areas over the last 5 decades. കഴിഞ്ഞ 5 ദശകങ്ങളായിട്ട് ആസിയാൻ എന്താണ് പൊളിറ്റിക്കൽ, സെക്യൂരിറ്റി, എക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ മേഖലയിൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് പൊളിറ്റിക്കൽ, സെക്യൂരിറ്റി, എക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ ഏരിയാസ്. ഓക്കെ, ദെൻ ആസിയാൻ ഹാസ് പ്രിസർവ്ഡ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദി റീജിയൻ. അതായത് ആസിയാൻ ആ ഒരു റീജിയണിൽ നമുക്കറിയാം, ആ ഒരു ഈസ്റ്റ് ഏഷ്യൻ റീജിയണിലെ സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയൊക്കെ പ്രിസർവ് ചെയ്യാൻ എന്താണ് ആസിയാൻ ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻ 2015 ASEAN എസ്റ്റാബ്ലിഷ്ഡ് ദി ആസിയാൻ കമ്മ്യൂണിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ASEAN എസ്റ്റാബ്ലിഷ്ഡ് ASEAN കമ്മ്യൂണിറ്റി which consists of a political and security community, economic community and socio-cultural community. അപ്പം എല്ലാ മേഖലയിലും, സെക്യൂരിറ്റി മേഖലയിലും, പൊളിറ്റിക്കൽ മേഖലയിലും, സോഷ്യോ കൾച്ചറൽ മേഖലയിൽ എന്താണ് ആസിയാൻ അതിൻ്റെ കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് വാസ് എ സബ്സ്റ്റാൻഷ്യൽ സ്റ്റെപ്പ് ടുവാർഡ് റീജിയണൽ ഇൻ്റഗ്രേഷൻ. അപ്പം ഒരു റീജിയൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ത്, കമ്മ്യൂണിറ്റി. ഓക്കെ, അതാണ് ഐഡൻറ്റിറ്റി, വൺ വിഷൻ, വൺ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയും കമ്മ്യൂണിറ്റി. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കൊളാബറേഷൻസ്, സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, അതായത് ആ ഒരു റീജിയനിലുള്ള സെക്യൂരിറ്റി, അതുമാതിരി എക്കണോമിക് കമ്മ്യൂണിറ്റി, സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. അപ്പം എല്ലാ ഘടകങ്ങളും എന്തെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെ രൂപീകരിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്താണ് ആസിയാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആസിയാൻ ആ ഒരു ഏരിയയിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ് എന്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ASEAN has developed and expanded the Treaty of Amity and Cooperation in Southeast Asia as a foundation of interstate relations that has been recognized by 25 states within and outside Southeast Asia. അപ്പം ഒരു ട്രീറ്റി ഓഫ് അമിറ്റി ആൻഡ് കോപ്പറേഷൻ, ഈ ട്രീറ്റി ഓഫ് അമിറ്റി ആൻഡ് കോപ്പറേഷൻ ആണെന്ത് ആസിയാൻ ഉടലെടുക്കാനും ആസിയാൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിയാണെന്ത്, ട്രീറ്റി ഓഫ് അമിറ്റി ആൻഡ് കോപ്പറേഷൻ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി എന്താണ് ട്രീറ്റി ഓഫ് അമിറ്റി ആൻഡ് കോപ്പറേഷൻ. അതെന്ത് ചെയ്തു, ഒരു ഇൻ്റർ സ്റ്റേറ്റ് റിലേഷൻ, അതായത് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസിന് എന്താണ് കോപ്പറേറ്റ് ചെയ്യാൻ, അതൊരു ഫൗണ്ടേഷൻ ആയിരുന്നു. അതുപോലെ ഈ ഒരു ഈസ്റ്റ് ഏഷ്യൻ റീജിയനിൽ മാത്രമല്ല, മറിച്ച് 25 സ്റ്റേറ്റ്സും, അതായത് ഏകദേശം 25 സ്റ്റേറ്റ്സും വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് ഉള്ളിലും പുറത്തുമുള്ള ഏകദേശം 25 സ്റ്റേറ്റ്സ് എന്താണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്ത ട്രീറ്റി ഓഫ് അമിറ്റി ആൻഡ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ആസിയാൻ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ ട്രീറ്റിയാണ്. മനസ്സിലായല്ലേ? ASEAN has also adopted 2 conventions to counter transnational crime. അതായത് 2 കൺവെൻഷൻസ് എന്താണ് ആസിയാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ടു കൗണ്ടർ ട്രാൻസ്നാഷണൽ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഇപ്പം ഇന്ന് എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ക്രൈം വരുന്നുണ്ട് ഇന്ത്യയിൽ. അതായത് നമ്മുടെ പാകിസ്ഥാൻ ക്രോസ് ബോർഡർ ടെററിസം എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിൽ അവിടെ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ആളുകൾ എന്താണ് ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു. ജവാന്മാർ, നമുക്ക് പുൽവാമൊക്കെ അറിയാമല്ലോ, ഒരുപാട് ആളുകളെ കൊല്ലപ്പെട്ട
ഒരു ബോംബ് എക്സ്പ്ലോഷനാണ് എന്ത് പുൽവാമ. അത്തരത്തിലുള്ള സംഭവങ്ങൾ തടയാൻ വേണ്ടിയിട്ട്, അതാണ് ടു കൗണ്ടർ ട്രാൻസ് നാഷണൽ ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തിലേക്ക് എന്ത് ചെയ്യുക, ക്രൈമിന് എന്ത് ചെയ്യുക, ക്രൈം എക്സ്പോർട്ട് ചെയ്യുക. അപ്പം ടെററിസം എക്സ്പോർട്ട് ചെയ്യുക അങ്ങോട്ട് മറ്റു രാജ്യത്തിലേക്ക്. അപ്പോൾ അതൊക്കെ തടയാൻ, അത്തരത്തിലുള്ള ക്രൈം തടയാൻ വേണ്ടിയിട്ട് ആസിയാൻ 2 കൺവെൻഷൻസ് എന്ത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ദി ആസിയാൻ കൺവെൻഷൻ ഓൺ കൗണ്ടർ ടെററിസം ആണ് ഇൻ 1927, അതായത് 2007 കേട്ടോ. അതുപോലെ ദി ആസിയാൻ കൺവെൻഷൻ അഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺ ഇൻ 2015. അതായത് ഒന്ന് ടെററിസം ആണ്, നമുക്കറിയാം എന്താണ് ടെററിസം എന്നുള്ളത്. അപ്പം അത് ടെററിസം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ, സ്പ്രെഡ് ഓഫ് ടെററിസം അല്ല, ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യാം, ടെററിസം എക്സ്പോർട്ട് ചെയ്യാം മറ്റു രാജ്യത്തേക്ക്. അതാണ് ഇപ്പം പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുക, ടെററിസം എന്ത് ചെയ്യുന്നു, പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്താണ് ആസിയാൻ എന്താണ് 2 കൺവെൻഷൻ, അല്ല ഒരു കൺവെൻഷൻ അതാണ്. സെക്കൻഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക്കിംഗ് ആണ്, അതായത് മനുഷ്യക്കടത്ത് അല്ലേ. അതായത് എന്താണ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്താണ്. അതായത് ഇല്ലീഗലായിട്ട് മനുഷ്യനെ എന്ത് ചെയ്യുക, ഒരു ബോർഡറിൽ നിന്ന് മറ്റൊരു ബോർഡറിലേക്ക് എന്ത് ചെയ്യുക, കടത്തുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ വിഷയമൊക്കെ ഉള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു, കടത്തുന്നു. അതായത് അതേപോലെ മെക്സിക്കോ. അപ്പോൾ നമുക്ക് ട്രംപൊക്കെ ഉയർത്തിപ്പിടിച്ചൊരു സാധനമാണ് എന്ത്, മെക്സിക്കോക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു വലിയൊരു മതിൽ കെട്ടുക എന്നുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ള ഇൻഫിൽട്രേഷൻസ്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ള ആളുകളെ തടയുക എന്നുള്ളതൊക്കെയാണ് എന്താണ്. അതുപോലെ ട്രാഫിക്, അതായത് ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തുകളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ 2 കൺവെൻഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ആസിയാൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആസിയാൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് എന്ത് ഈ ഒരു 2 കൺവെൻഷൻസ്. അതിൻ്റെ പർപ്പസ് എന്താണ്, ടു പ്രിവെൻറ്റ് ടെററിസം, ടു പ്രിവെൻറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പർപ്പസുകൾ. നെക്സ്റ്റ്, ദർ ആർ ന്യൂമറസ് ഏരിയാസ് ഓഫ് പൊട്ടൻഷ്യൽ കോപ്പറേഷൻ. അതായത് ഒരുപാട് ഏരിയകളിൽ എന്താണ് ആസിയൻ രാജ്യങ്ങൾ തമ്മിൽ എന്താണ് നല്ല രൂപത്തിലുള്ള പൊട്ടൻഷ്യൽ കോപ്പറേഷൻസ് ഉണ്ട്. മനസ്സിലായില്ല, അത് ഏതൊക്കെയെന്നുള്ളതാണ്. സച്ച് ആസ് മാരിടൈം സെക്യൂരിറ്റി, ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്, ഡിസാസ്റ്റർ റെസ്പോൺസ്, കൗണ്ടർ ടെററിസം, സൈബർ സെക്യൂരിറ്റി ആൻഡ് മിലിറ്ററി മിലിറ്ററി അതേമാതിരി ആൻഡ് മെഡിസിൻ ആണ്. അവിടെ ഒരു മെഡിസിൻ്റെ മിലിറ്ററി കഴിഞ്ഞിട്ടൊരു ഉണ്ടാവും, സോറി. അപ്പോൾ മിലിറ്ററി, അതേമാതിരി മരുന്നുകൾ, സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, കൗണ്ടർ ടെററിസം അല്ലേ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രധാന അജണ്ടയാണെന്ത്, കൗണ്ടർ ടെററിസം എന്നുള്ള ഒരു പോളിസി. ഇന്ത്യ ആയാലും അമേരിക്ക ആയാലും ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലത്തെ അമേരിക്കയെ പോലത്തെ രാജ്യങ്ങളൊക്കെ കൗണ്ടർ ടെററിസം എന്നുള്ള ഒരു സംഭവം എന്താണ്, അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാ മേഖല, ഇപ്പം മാരിടൈം സെക്യൂരിറ്റി എന്ന് പറയുമ്പം കടലിലുള്ള സെക്യൂരിറ്റി, സുരക്ഷയാണ്. നമുക്കറിയാം ഈ ആദൻ കടലൊടുക്കലൊക്കെ ഈ സൊമാലിയൻ പൈറസി അല്ലെ, പൈറേറ്റ്സ്, അതായത് അവരെന്ത് ചെയ്യുന്നു, ഈ ഈ ഫ്രീഡ്സ് എന്ന് പറയുന്നത്, അതായത് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളൊക്കെ അറ്റാക്ക് ചെയ്യുക, അതിൽ നിന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിക്കുക. അപ്പം മാരിടൈം സെക്യൂരിറ്റി എന്താണ്, ഇവർക്കിടയിൽ എന്താണ്, ഏഷ്യ സ്പെസിഫിക് റീജിയനിൽ അല്ലേ, ആ ഒരു റീജിയനിലൊക്കെ എന്താണ്, പിന്നെ കടലിലൂടെയുള്ള കപ്പലുകളുടെ യാത്രയെ എന്ത് ചെയ്യുക, സുരക്ഷിതമാക്കുക. അതേമാതിരി ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്, സമാധാനപരമായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുക, ഡിസാസ്റ്റർ റെസ്പോൺസ്. പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ, അതിനൊക്കെ എന്ത് ചെയ്യുക, അതിലൊക്കെ സഹായിക്കുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സഹകരണമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു പരിധി വരെ എന്താണ് ഈ ആസിയാൻ എന്നുള്ള ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ മെമ്പർ കൺട്രിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള, അതിന് ചുറ്റുവട്ടത്തുമുള്ള കൺട്രീസുമായിട്ട്, അതിനോട് താല്പര്യമുള്ള ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളുമായിട്ടൊക്കെ കൊളാബറേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റീജിയണിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ഈ ആസിയാൻ്റെ ഒരു സക്സസ്, അല്ലെങ്കിൽ ആസിയാൻ്റെ ഒരു ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആസിയാൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദി ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം 2025 ആകുമ്പോഴേക്കും അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. ആസിയൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എന്താണ്, ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു പോളിസി എന്താണ് 2025 ആകുമ്പോഴേക്കും അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അതെന്താണ് എന്താ നൽകുന്നത് വെച്ചാൽ എ ഗൈഡ് ഫോർ മെമ്പർ സ്റ്റേറ്റ് ടു പെർസ്യൂ റീജിയണൽ ഇൻ്റഗ്രേഷൻ. അതെന്താ വെച്ചാൽ
ഒരു ഗൈഡാണത്. എന്തിനു വേണ്ടിയിട്ട്? അതിലുള്ള മെമ്പർ സ്റ്റേറ്റിന് ടു പെർസ്യൂ റീജിയണൽ ഇൻ്റഗ്രേഷൻ, അതായത് പ്രാദേശികമായിട്ടുള്ള ഇവർക്കിടയിലുള്ള ഈ പറയുന്ന രാജ്യങ്ങൾക്കിടയിലുള്ള ഇൻ്റഗ്രേഷൻ എന്താണ്, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്ത് ഈ ഒരു എക്കണോമിക് കമ്മ്യൂണിറ്റി ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഒരു പോളിസിയാണ്, ഒരു പ്രോഗ്രാമാണ്, ഒരു ഡയറക്ഷൻസ് ആണ്, ഒരു സജഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റീജിയണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഓക്കെ, അതിനകത്ത് ഇത് ബ്ലൂ പ്രിൻ്റ് എൻവിഷൻസ്, അതായത് ബ്ലൂ പ്രിൻറ്റിനകത്ത് എന്തൊക്കെ പറയുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ആൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കൊയോസീവ് റീജിയണൽ എക്കോണമി, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കൊയോസീവ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള എക്കോണമിയെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ആ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ബ്ലൂ പ്രിൻറ്റിൽ പറയുന്നുണ്ട്. രണ്ട്, എ കോമ്പറ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് ആസിയാൻ, അതായത് മത്സര ബുദ്ധിയുള്ള കോമ്പറ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് ആസിയ എന്നൊക്കെ പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മത്സര ബുദ്ധിയുള്ള തരത്തിലെന്താണ് ആസിയാനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സെക്കൻഡ്, എൻഹാൻസ്ഡ് കണക്ടിവിറ്റി ആൻഡ് സെക്ടറൽ കോപ്പറേഷൻസ്, അതായത് ഈ പറയപ്പെടുന്ന 10ഓളം രാജ്യങ്ങൾക്കിടയിലുള്ള കണക്ടിവിറ്റി, ഐദർ റോഡ്, ട്രെയിൻ സർവീസ്, അതേമാതിരി ഫ്രീറ്റ്സ്, സീ ലൈൻ കമ്മ്യൂണിക്കേഷൻസ്, കടലിലൂടെ, കരയിലൂടെ, എയറിലൂടെ, വിമാന സർവീസുകൾ, ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സെക്ടറൽ കോപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ ഹാർബർ ടു ഹാർബർ കോപ്പറേഷൻ, അതുമാതിരി എയർ ടു എയർ കോർപ്പറേഷൻ, റെയിൽവേ ടു റെയിൽവേ കോർപ്പറേഷൻ, മനസ്സിലായി, ട്രെയിൻ ടു ട്രെയിൻ കോർപ്പറേഷൻ, ഇത്തരത്തിലുള്ള ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് ആസിയാൻ. മനസ്സിലായില്ലേ? അപ്പം അത്തരത്തിൽ കണക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യുക, അതായത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ പോലെ എന്താണ് ഒരു ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എന്ത് ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ റെസിലിയൻറ്റ് ഇൻക്ലൂസീവ് പീപ്പിൾ ഓറിയൻറ്റഡ് ആസിയൻ, അതായത് അതൊരു പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ ആസിയാൻ രാജ്യങ്ങളിലുള്ള, ഇന്തോനേഷ്യ ഇങ്ങനത്തെ രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിൽ ഒരു പീപ്പിൾ ടു ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, പീപ്പിൾ ആർ സെൻട്രൽ ഫോക്കസ്, പീപ്പിൾ ഓറിയൻറ്റഡ്, പീപ്പിൾ സെൻട്രൽ ഫോക്കസ് ആയിട്ടുള്ള എന്താണ് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു 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 ആസിയാൻ ആക്കി മാറ്റുക എന്നുള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ്, ഗ്ലോബൽ ആസിയാൻ, അതായത് ആസിയാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായി മാറണം. അല്ലെ, ഇപ്പം ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയൻ, അതുപോലത്തുള്ള എന്താ പറയുക, അത്തരത്തിലുള്ള സംഘടനകൾ അറിയപ്പെടുന്നത് പോലെ ഒരു ആസിയാൻ എന്താണ് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് ഗ്ലോബൽ ഓർഗനൈസേഷൻ ആക്കി മാറ്റണമെങ്കിൽ ഇതിലുള്ള രാജ്യങ്ങൾ മാത്രം എന്തല്ല ഇൻ്റഗ്രേഷൻ ആയാൽ പോരാ, മറിച്ച് പല ഓർഗനൈസേഷനുമായിട്ട് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ഓർഗനൈസേഷനും എല്ലാ രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു ഈസ്റ്റ് ഏഷ്യൻ ഓർഗനൈസേഷനാണ് സൗത്ത് ആസിയാൻ. അതുപോലെ പിന്നെ സാർക്ക് ഒരു സൗത്ത് ഏഷ്യൻ ഓർഗനൈസേഷനാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് വന്നാൽ ഗൾഫ് എന്താണ്, അറബ് ലീഗ് ഉണ്ട്, GCC ഉണ്ട്, അല്ലേ? അങ്ങനത്തെ ഒരുപാട്, ആഫ്രിക്കയിലേക്ക് വന്നാൽ അങ്ങനത്തെ ഒരുപാട് എന്താണ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ഉന്നമനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഓർഗനൈസേഷനുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധങ്ങൾ സ്ഥാപിക്കുക. എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയും ഇറക്കുമതിയും എന്ത് ചെയ്യുക, കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആസിയാൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി അക്രോസ് ദ വേൾഡിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആസിയാൻ രാജ്യത്ത് നിന്ന് വന്ന ഒരു പ്രോഡക്റ്റാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആസിയാൻ ഈസ് ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് സോഷ്യോ കൾച്ചറൽ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പർ സ്റ്റേറ്റ്. എന്താണ് ആസിയാൻ എന്താണ് ഒരു സോഷ്യോ കൾച്ചറൽ റിലേഷൻഷിപ്പ് എന്താണ് ഉണ്ടാക്കിയെടുക്കുക. എക്കണോമിക് റിലേഷൻഷിപ്പ് ഈസ് പോസിബിൾ, അല്ലേ? ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഇപ്പം എക്കണോമിക്കലി അതിലെന്തില്ല, അത് അത്ര വലിയ ട്രേഡ്, അപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. ഇപ്പം ഒരു രാജ്യത്തിന് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് ഇറക്കുമതി ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുക, അതിനത്ര വലിയൊരു വിഷയമൊന്നുമില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രം എന്തിനാ മതി, റെഗുലേറ്റ് ചെയ്താൽ മതി. മറിച്ച് ഒരു സോഷ്യോ കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവരെ അംഗീകരിക്കണം, അല്ല? ഈ രാജ്യങ്ങൾ പരസ്പരം ആക്സെപ്റ്റ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം.
അല്ല ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനത്തെ സംഭവം. അപ്പം അത്തരത്തിലുള്ളൊരു സോഷ്യോ കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റിയാണ്, ഡിഫറെൻറ്റ് കൾച്ചറാണ്. അപ്പോൾ അതെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് അല്ലേ ഒരു 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 കോർത്തിണക്കലാണ് എന്ത് ചെയ്യുന്നത് ഇത് ആഗ്രഹിക്കുന്നത്. അതാണ് ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി വഴി എന്തായാലും ഒരു സോഷ്യൽ കൾച്ചറൽ റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എന്ത് ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു ഒരു എൻവിഷൻ. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ആസിയൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി ആൾസോ അറ്റംപ്റ്റ് ടു ബിൽഡ് ആസിയൻ ഐഡൻറ്റിറ്റി ആൻഡ് ക്യാരക്ടേഴ്സ്. അതായത് ദ ആസിയൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി ആൾസോ അറ്റംപ്റ്റ് ടു ബിൽഡ് ആസിയൻ ഐഡൻറ്റിറ്റി ആൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു സോഷ്യോ കൾച്ചറൽ അതിലൂടെ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലൂടെ ഈ ആസിയൻ മെമ്പർമാരുള്ള റിലേഷൻഷിപ്പിലൂടെ എന്ത് ചെയ്യാണ് ഒരു ഐഡൻറ്റിറ്റി ആൻഡ് ക്യാരക്ടറൊക്കെ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്തെടുക്കുക. മനസ്സിലായില്ല? അപ്പം നമ്മൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിഷൻ അല്ലേ, വൺ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം എന്താണ് ഒരു സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അത്തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ദി ആസിയാൻ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഓൺ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് മാനേജ്മെൻറ്റ്, AHA സെൻറ്റർ. ഒരു സെൻറ്റർ ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ആസിയാൻ കൺട്രീസിനകത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡിസാസ്റ്റർ സെൻറ്റർ അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ലെങ്കിൽ ആസിയാൻ ബിൽഡ് എ ഡിസാസ്റ്റർ സെൻറ്റർ എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് സീക്കിംഗ് ടു ഡെവലപ്പ് റീജിയണൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ കേപ്പബിലിറ്റീസ് എന്നൊക്കെ. അതായത് ഇപ്പം ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഈ രാജ്യങ്ങളിൽ എന്താണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് മനസ്സിലായില്ല അത് നടത്താം, ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം പിന്നെ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ ദുരന്തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക അതിനെ നേരിടുക. അതേമാതിരി ഈ പ്രത്യേക പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ ഉണ്ടാകുന്ന അഡാപ്ഷൻ ചെയ്യുക, അതായത് അതിനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള അതിനെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു സെൻറ്ററാണ് എന്ത് AHA സെൻറ്റർ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ സെൻറ്ററിനൊന്ന് ഓർത്താൽ മതി. ഓക്കെ, ഭാഗം ഇക്കണോമിക് പ്രോഗ്രസ് ആണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നേരത്തെ മുമ്പേ പറഞ്ഞത് അതിൻ്റെ കുറേ സംഭവങ്ങൾ, അതിൻ്റെ സോഷ്യൽ കൾച്ചറൽ ഇൻ്റഗ്രേഷൻസ്, റീജിയണൽ ഇൻ്റഗ്രേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലുള്ള ആസിയൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി എക്കണോമിക് പ്രോഗ്രസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ വെറുതെ ആസിയാനെ കുറിച്ച് പറയുക എന്നുള്ളതിന് ഉപരി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ പരീക്ഷയിൽ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതുമ്പോൾ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ എന്താ പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക അല്ലേ. പിന്നെ ചില ആൻസറുകളൊക്കെ നോക്കുമ്പോൾ ആൻസർ നോക്കുന്ന ആൾ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് താഴെ കാണാൻ പറ്റുന്ന സാഹചര്യം അല്ലെ, ലാസ്റ്റ് ലൈനിലൊക്കെ ആയിരിക്കും എന്ത് ആൻസർ. അപ്പോൾ നമ്മളൊന്നും കൂടി ഒരു ഡാറ്റ വെച്ചിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നോക്കുന്ന ആളും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ജസ്റ്റ് ഗോ ടു ദി എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ആസിയാൻ. ഇപ്പോൾ ടോട്ടൽ കമ്പൈൻഡ് GDP ഓഫ് 10 ആസിയൻ മെമ്പർ സ്റ്റേറ്റ് വാസ് വാല്യൂഡ് അറ്റ് 3 ട്രില്യൺ ആണ് ഇൻ 2018. മനസ്സിലായില്ല? അതായത് ഏകദേശം ഒരു 3 ട്രില്യൺ ഡോളർ എന്താണ് US$ ഉണ്ട് എന്ത് മൊത്തത്തിൽ ഈ പറയുന്ന 10 ആസിയാൻ കൺട്രീസിലുള്ളത്. മനസ്സിലായില്ലേ? അതുപോലെ പൊസിഷനിങ് ആസിയാൻ ആസ് ദി 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദി വേൾഡ്. ആസിയാൻ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള എക്കണോമി നോക്കുമ്പോൾ അത് 5ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആരൊക്കെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലല്ല, ഇതിൻ്റെ മുമ്പിലുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, പിന്നെ രണ്ടാമത് ചൈനയാണ്, മൂന്നാമത് ജർമ്മനിയാണ്, മനസ്സിലായില്ലേ? മൂന്നാമത് ജപ്പാനാണ്, അതിന് ശേഷം ജർമ്മനിയാണ്. അപ്പം ജസ്റ്റ് അപ്പോൾ ഒരു 5th ഒരു ലാർജസ്റ്റ് എക്കോണമിയാണ് ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിൻ്റെ മുന്നിലുള്ള ആസിയാൻ്റെ മുമ്പിലുള്ള രാജ്യങ്ങളുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫിഗർ ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക ആ കൺട്രിയുടെ പിന്നെ പേരൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ ആസിയാൻ ഹാസ് മെയ്ഡ് എ നോട്ടബിൾ പ്രോഗ്രസ് ടുവേർഡ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആൻഡ് ഫ്രീ ട്രേഡ് ഇൻ ദി റീജിയൻ. അതായത് ഈ ഒരു എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കുക, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു 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 കണക്ടിവിറ്റി അല്ല, മനസ്സിലായില്ലേ? ഒരു കൊളാബറേഷൻസ്, ഒരു ഇൻ്റഗ്രേഷൻസ്
ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഫ്രീ ട്രേഡ്, അതായത് ഇപ്പം ബാരിയേഴ്സ് അല്ലേ, ഇപ്പം ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് ഒരു സാധനം കയറ്റിയാക്കാനുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ അതിൻ്റെ ടാക്സ് ആണ് അല്ലേ, അതിൻ്റെ പിന്നെ ഇപ്പം അതിൻ്റെ ആ വിഷയങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വൺ കൺട്രി ടു അനദർ കൺട്രി വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ആസിയാൻ ആണ്. ആസിയാൻ അകത്ത് അല്ലെങ്കിൽ ആസിയാൻ അകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, പിന്നെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ഗുഡ്സ് മൂവ് ചെയ്യുക, അതായത് സാധനങ്ങൾ മൂവ് ചെയ്യുക. അതുപോലെ ആസിയാൻ്റെ അകത്ത് തന്നെ ആസിയാൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുക, ഗുഡ്സ് മൂവ് ചെയ്യുക. ഇതിനൊക്കെയുള്ള ഒരു വലിയ ശ്രമങ്ങൾ എന്താണ് ആസിയാൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അപ്പം ചില രാജ്യങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ താരിഫ് കുറച്ചാലൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചില സാധനങ്ങളൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊക്കെ ഒരവസരം എന്താണ് ആസിയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ആസിയാൻ ഈസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ എ മെഗാ ട്രേഡ് പാക്ട്. അതായത് ഇപ്പം എന്താണ് ഒരു മെഗാ ട്രേഡ് പാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് എന്നല്ല, ഒരു മെഗാ ട്രേഡ് പാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെയാണ് ട്രേഡിൻ്റെ മേഖലയിൽ, അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ ഭാഗത്ത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന് പറയും. അതായത് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സാമ്പത്തിക പാർട്ണർഷിപ്പാണ് എന്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? അതാണ് എന്ത് അതിൻ്റെ ശ്രമത്തിലാണ് ആര് ആസിയാൻ രാജ്യങ്ങൾ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്നുള്ള എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ വർക്കിലാണ്. അതൊരു വലിയൊരു സംഭവമായിരിക്കും ആസിയാൻ രാജ്യങ്ങൾക്കിടയിൽ. അത് വന്നു കഴിഞ്ഞാൽ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ ദ ആസിയാൻ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ അതർ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ ഈ 1992 എന്ത് ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നുള്ള AFTA എന്നുള്ള ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് എ സിംഗിൾ മാർക്കറ്റ്, ഒരു ആസിയാൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ മാർക്കറ്റ് മീൻസ് എല്ലാവരും മാർക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളതല്ല, മറിച്ച് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു പേനക്കുള്ള വിലയും അവിടെ കിട്ടുന്ന പേനക്കുള്ള വിലയും കറക്റ്റ് ആയിരിക്കും. ഈ പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റും സെയിം ആയിരിക്കും, ഒരേ ക്വാളിറ്റി പ്രൈസ്. മനസ്സിലായില്ലേ? വേറെവർ നമ്മളിവിടെ ആസിയാൻ്റെ എവിടെ പോയാലും വി ക്യാൻ ഗെറ്റ് എ സെയിം പ്രൊഡക്റ്റ് ഇൻ വേറെവർ എവിടെ പോയാലും നമുക്ക് എന്താണ് ആ പ്രൈസിന് കിട്ടും, അല്ലെങ്കിൽ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇൻക്രീസിങ് ഇൻട്രാ ആസിയാൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ ഇൻട്രാ ആസിയാൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ആസിയാൻ അകത്ത് എന്ത് ചെയ്യുക, ട്രേഡ് ഇൻക്രീസ് ചെയ്യുക. അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതൊക്കെ അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അത് ട്രേഡ് എന്ത് ചെയ്യുക, ആസിയാൻ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ ആസിയാനിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെയല്ല. ചില രാജ്യങ്ങൾ ഇമ്പോർട്ട് കൂടുതലായിരിക്കും, ചില രാജ്യങ്ങളിൽ എക്സ്പോർട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങളും തമ്മിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതേമാതിരി ചില രാജ്യങ്ങൾ ഈ പ്രകൃതിയിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലൊക്കെ പെട്രോൾ കിട്ടുന്നത് പോലെ ചില രാജ്യങ്ങളില്ലാത്ത സംഭവങ്ങൾ അത് അവിടെ പോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അത് എടുത്ത് കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതേമാതിരി അട്രാക്റ്റിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പം നമുക്കറിയാം പിന്നെ ഈ രാജ്യങ്ങളിൽ ചിലപ്പം ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടാവും, അത് അല്ലെങ്കിൽ കുറേ ടൂറിസം മേഖലകളിൽ, അതുപോലെ ബിസിനസ് മേഖലകളിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ആ രാജ്യത്തിന് ചിലപ്പോൾ എന്താണ് പൈസ ഉണ്ടാവില്ല, മറ്റുള്ള രാജ്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നുള്ള സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോജിക്കായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. എന്താണ് ട്രേഡ് ഇൻക്രീസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക, പിന്നെ താരിഫ് കുറക്കുക, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, പിന്നെ അട്രാക്റ്റിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് FDI ഒക്കെ ഉണ്ട് അല്ലേ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് ഫ്രീ ട്രേഡ് ഏരിയ. അതായത് ഫ്രീ ട്രേഡ് ഏരിയ മീൻസ് താരിഫ് ഇല്ലാത്ത ആർക്കും എന്തും ബിസിനസ് ചെയ്യാമെന്നുള്ള സംഭവം. ഔട്ട്കം ഓഫ് AFTA, അതായത് ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയയുടെ ഔട്ട്കം എന്തൊക്കെയെന്ന് വെച്ചാൽ ഇൻട്രാ ആസിയാൻ ട്രേഡ് ഗ്രൂ ഫ്രം അബൌട്ട് 90% ഇൻ 1993 to 23% 2019. അതായത് 2019 ആയപ്പോഴേക്കും എന്താണ് 23% എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഡ്രാസ്റ്റിക് ഒന്നുമല്ല. ഒരു വി ക്യാൻ സീ ചേഞ്ചസ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവലിലേക്ക് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും.
മനസ്സിലായില്ല. അപ്പോൾ അതൊരു എഫ് ടിയുടെ ഒരു ഔട്ട്കമാണ്. പക്ഷേ എഫ് ടി ഐ ഇസ് എ ഗ്രോയിങ് പ്രോസസ്സാണ്. എഫ് ടി ഐ ഇൻ പ്രോഗ്രസ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ഒരു ചേഞ്ചസ് വി ക്യാൻ സി. ഓക്കെ, വൈൽ വി ലുക്ക് അറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ട്രേഡ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് വി ക്യാൻ ചേഞ്ച് ദി പോസിറ്റീവ് ചേഞ്ച്. ഓക്കെ, സെക്കൻഡ് വൺ, മോർ ദാൻ 90% ഓഫ് ഗുഡ്സ് ആർ ട്രേഡ് വിത്ത് നോ താരിഫ്. അതായത് 100 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് 90% എന്താണ് നമുക്ക് അവർക്കിടയിൽ എന്താണ് നോ താരിഫാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. മനസ്സിലായില്ലേ? വിത്തൗട്ട് താരിഫ്. പിന്നെ നെക്സ്റ്റ്, ദി ബ്ലോക്ക് ഹാസ് പ്രയോറിറ്റൈസ്ഡ് 11 സെക്ടേഴ്സ് ഫോർ ഇൻ്റഗ്രേഷൻ. ഒരു 11 സെക്ടേഴ്സിൻ്റെ എന്താണ് ഇൻ്റഗ്രേഷൻ എന്താ പറയുക അവർ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് എഫ് ടി എ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇലക്ട്രോണിക്സ് മേഖല, ഓട്ടോമോട്ടീവ്, റബ്ബർ ബേസ്ഡ് പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽസ്, അഗ്രോ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആട്ടോ, ആണ് ടൂറിസം. അപ്പം കുറേ മേഖലയിൽ എഫ് ടി എക്ക് പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി ഉള്ള ഏരിയകളിൽ എന്താണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ഈ രാജ്യങ്ങൾ, ആസിയൻ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. മനസ്സിലായില്ലേ? എഫ് ടിയുടെ ഒരു ഔട്ട്കം അതാണ്. നെക്സ്റ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, FDI എന്ന് പറയും. അതായത് ആസിയാൻ അകത്ത് 2013-2019 കാലഘട്ടത്തിൽ ഏകദേശം 15,950 US മില്യൺ. ഓക്കെ, ഏകദേശം 1,59,050 US മില്യൺ എന്താണ് ഒരു ആസിയാൻ രാജ്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആസിയാൻ്റെ പുറത്ത് നിന്ന് ഏകദേശം 360-200 US മില്യൺ എന്ത് ചെയ്തിട്ടുണ്ട് 2013-2019 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്കണോമിക് ഔട്ട്ലുക്ക് ആസിയാനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഡിജിറ്റെക് ഒന്ന് അപ്രോക്സിമേറ്റ്ലി ഓർമ്മിച്ചിട്ട് എന്താണ് എന്ന് എഴുതി വെക്കുക. 2013-2019 കാലഘട്ടത്തിൽ ആസിയാൻ രാജ്യങ്ങൾ അവരുടെ വിവിധ രാജ്യങ്ങളിൽ ഇത്ര ക്യാഷ്, എത്ര US മില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്തുനിന്ന് എന്താണ് ആസിയാൻ രാജ്യങ്ങളിലേക്ക് ഇത്ര US മില്യൺ പുറത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നൊക്കെ എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് അവിടെ ഒരു ഡാറ്റ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ.